നിങ്ങൾ ലോകത്തിലെ ചില വീടുകളും അത്തരം സ്ഥലങ്ങളും കണ്ടിട്ടുണ്ടോ? അത് കണ്ടതിനു ശേഷം നിങ്ങൾക്കവയിൽ വിശ്വസിക്കാൻ പോലും കഴിയില്ല ലോകത്തിൽ അത്തരം വീടുകളുമുണ്ടെന്ന്, കൂടാതെ യഥാർത്ഥത്തിൽ ആളുകൾ ഈ വീടുകളിൽ ജീവിക്കുന്നുമുണ്ടെന്ന്. ഉദാഹരണത്തിന്, നിങ്ങൾ എപ്പോഴെങ്കിലും പർവ്വതങ്ങളിൽ ഇത്തരം വീടുകൾ കണ്ടിട്ടുണ്ടോ? കൂടാതെ നിങ്ങൾ വെള്ളത്തിനു മുകളിൽ ഒഴുകി നടക്കുന്ന ഗ്രാമം കണ്ടിട്ടുണ്ടോ? അതിനു മുകളിൽ നിർമ്മിച്ച വീടുകളിൽ ആളുകൾ താമസിക്കുന്നത്? അങ്ങനെയെങ്കിൽ നമുക്ക് ആരംഭിക്കാം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. ഇതിൽ നമ്പർ 12-ലുള്ളത് ബ്രസീലിയൻ ഫെവലയാണ്. ഈ സ്ഥലം കാണാൻ നിങ്ങൾക്ക് വളരെ മനോഹരമായി തോന്നുന്നുണ്ടാകും. കാരണം ഇവിടെയുള്ള വീടുകളുടെ നിർമ്മിതി തന്നെ അത്തരത്തിലുള്ള ഒന്നാണ്. ഇവിടുത്തെ വർണ്ണാഭമായ വീടുകൾ കാണാൻ ലോകമെമ്പാടുമുള്ള ആളുകൾ വരുന്നു. എന്നാൽ വിനോദസഞ്ചാരികൾ ഇവിടെ വരുന്നതിൻ്റെ കാരണം ഈ വർണ്ണാഭമായ വീടുകൾ മാത്രമല്ല, മറിച്ച് ഈ വീടുകളുടെ നിർമ്മിതിയാണ്. ഫെവലയിലെ എല്ലാ വീടുകൾക്കും ഒരു സവിശേഷമായ ഡിസൈനുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ വെറും ഒരു നില മാത്രമുള്ളതായി തോന്നുന്ന വീട് യഥാർത്ഥത്തിൽ 2 നിലകളുള്ളതായിരിക്കും. ഇപ്പോൾ ഈ സ്ഥലം കാണാൻ നിങ്ങൾക്ക് എത്രത്തോളം മനോഹരമായി തോന്നുന്നുവോ, ഇതിനൊരു ഇരുണ്ട വശവുമുണ്ട്. അപരിചിതനായ ഒരു വ്യക്തിക്കും ഫെവലയിൽ തനിയെ നടക്കാൻ കഴിയില്ല. കൂടാതെ അയാൾക്ക് ഫെവലയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കാനും കഴിയില്ല. കാരണം ഇവിടെ ബ്രസീലിലെ വലിയ വലിയ ഗാങ്സ്റ്റർമാരാണ് ജീവിക്കുന്നത്. ഇവിടെ എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്തും 2 ഗ്രൂപ്പുകൾ തമ്മിൽ ഗാങ് വാർ ആരംഭിക്കാറുണ്ട്. ഇക്കാരണത്താൽ ഒരു വ്യക്തിയും ഇവിടെ തനിയെ പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ ഇവിടുത്തെ ഒരു ഗൈഡിനൊപ്പം പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ദോഷവും സംഭവിക്കില്ല. ഇതുകൂടാതെ ഫെവല സ്ഥിതി ചെയ്യുന്നത് എല്ലാ വർഷവും മൺസൂൺ സമയത്ത് അപകട സാധ്യത വർദ്ധിക്കുന്ന ഒരു സ്ഥലത്താണ്. കാരണം സമുദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ശക്തമായ കാറ്റ് തങ്ങളോടൊപ്പം കനത്ത മഴയും കൊണ്ടുവരുന്നു. ഇക്കാരണത്താൽ ഇവിടെ ഉരുൾപൊട്ടലുണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടുത്തെ ഗവൺമെൻറ് വലിയ വലിയ സൈറണുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. നമ്പർ 11-ലുള്ളത് സീലാൻഡാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊരു ചെറിയ പാലത്തിൻ്റെ ചെറിയൊരു കഷ്ണം പോലെ തോന്നുന്നുണ്ടാകും. എന്നാൽ യഥാർത്ഥത്തിൽ ഇതൊരു രാജ്യമാണ്. ഇവിടെ പോകുന്നതിനായി നിങ്ങൾക്ക് പാസ്പോർട്ട് ആവശ്യമാണ്. കൂടാതെ ഈ രാജ്യത്തിന് സ്വന്തമായൊരു കറൻസിയുമുണ്ട്. ഇത് UK-യിൽ നിന്ന് 12 കിലോമീറ്റർ അകലെ സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് മറ്റെല്ലാ രാജ്യങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തവും ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യവുമാണ്. ഇത് കൂടാതെ ഇത് വായുവിൽ തൂങ്ങി നിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. എന്നാൽ ഇവിടെ ജീവിക്കുന്നത് വെറും 25 ആളുകൾ മാത്രമുള്ള ഒരു കുടുംബം മാത്രമാണ്. 2ാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് ഇംഗ്ലണ്ട് തങ്ങളുടെ യുദ്ധവിമാനങ്ങൾ ഇവിടെ ഇറക്കുന്നതിനായി നിർമ്മിച്ചതാണ് ഈ സ്ഥലം. അതിനുശേഷം ലോകമഹായുദ്ധം അവസാനിച്ചു. അപ്പോൾ ഈ പാലത്തിൻ്റെ ഇത്രയും ഭാഗം മാത്രമേ അവശേഷിച്ചുള്ളൂ. അങ്ങനെ 1960-ൽ റോയ് ബേറ്റ്സ് എന്നു പേരുള്ള ഒരു വ്യക്തി ഈ സ്ഥലം തൻ്റെ കൈവശത്തിലാക്കി. അദ്ദേഹം ഈ സ്ഥലത്തെ സ്വന്തമായി ഒരു പ്രത്യേക രാജ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ലോകത്തിലെ ഒരു രാജ്യവും ഇതിനെ ഒരു പ്രത്യേക രാജ്യമായി അംഗീകരിക്കുന്നില്ല. റോയ് ബേറ്റ്സ് തൻ്റെ പൂർണ്ണ കുടുംബത്തോടൊപ്പം ഈ സീലാൻഡിലാണ് ജീവിക്കുന്നത്. അദ്ദേഹം സ്വയം ഇവിടുത്തെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ഈ സീലാൻഡിൽ നിങ്ങൾക്ക് ചുറ്റിക്കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസ്പോർട്ട് ആവശ്യമായി വരും. അത് റോയ് ബേറ്റ്സ് സ്വയം ഇഷ്യൂ ചെയ്യുന്നതാണ്. നിങ്ങൾ ഇവിടെ ഹെലികോപ്റ്ററിലാണ് പോകുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് സുരക്ഷിതമായിരിക്കും. എന്നാൽ നിങ്ങളിവിടെ ബോട്ടിലാണ് പോകുന്നതെങ്കിൽ ഇതിന് മുകളിലേക്ക് കയറുന്നതിൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. കാരണം താഴെ അത്രയും ആഴവേറിയ കടലായിരിക്കും. കൂടാതെ കടലിനു മുകളിൽ വീശിയടിക്കുന്ന ശക്തമായ കാറ്റുമുണ്ടായിരിക്കും. ഇക്കാരണത്താൽ കയറിൻ്റെ സഹായത്തോടെ തൂങ്ങിക്കിടന്ന് മുകളിലേക്ക് കയറുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. നമ്പർ 10-ലുള്ളത് കംബോഡിയയിലെ ഫ്ലോട്ടിംഗ് വില്ലേജാണ്. ഈ ഗ്രാമം ലോകത്തിലെ അത്തരമൊരു ഗ്രാമമാണ്. അത് വെള്ളത്തിന് മുകളിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഓരോ വീട്ടിലും എല്ലാവർക്കും സ്വന്തമായൊരു ബോട്ട് തീർച്ചയായും ഉണ്ടായിരിക്കും. കാരണം ബോട്ടില്ലാതെ ഈ സ്ഥലത്ത് യാത്ര ചെയ്യുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. കാരണം നിങ്ങൾ വെള്ളത്തിൽ നീന്തി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് വെള്ളത്തിനുള്ളിൽ ജീവിക്കുന്ന ജീവികളിൽ നിന്ന് അപകടമുണ്ടായേക്കാം. ഇവിടുത്തെ വെള്ളത്തിൽ പാമ്പുകളും മുതലകളും ഒരേപോലെ ജീവിക്കുന്നുണ്ട്. ഇവിടുത്തെ ആളുകൾ തങ്ങളുടെ ദൈനംദിന ജോലികൾക്കായി മീൻ പിടിക്കുകയും ആ മീനുകളെ പിടിച്ച് പുറത്ത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുകയും ചെയ്യുന്നു. ഇതുകൂടാതെ ഇവിടെ ഈ ഫ്ലോട്ടിംഗ് വില്ലേജിനടുത്ത് തന്നെ ഒരു ഫ്ലോട്ടിംഗ് ഫോറസ്റ്റുമുണ്ട്. ഈ വനം വർഷത്തിൽ 12 മാസവും വെള്ളത്തിനടിയിൽ തന്നെയാണ് മുങ്ങിക്കിടക്കുന്നത്. ഈ സ്ഥലം സന്ദർശിക്കാൻ ധാരാളം വിനോദസഞ്ചാരികൾ വരുന്നുണ്ട്. ഇവിടെ വള്ളമോടിക്കുന്നവരിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ്. നമ്പർ 9-ലുള്ളത് എല്ലിറെ ഐലൻഡാണ്. ഐസ്ലൻഡിലെ ഈ ഐലൻഡ് ലോകത്തിലെ ഏറ്റവും ഏകാന്തമായ ഐലൻഡാണ്. കാരണം ഈ ഒരു വലിയ ഐലൻഡിന് മുകളിൽ വെറും ഒരൊറ്റ ചെറിയ വീട് മാത്രമേ നിർമ്മിച്ചിട്ടുള്ളൂ. ഈ വീട്ടിൽ താമസിക്കാൻ ആവശ്യമായ എല്ലാമുണ്ട്. മുറിയുണ്ട്, അടുക്കളയുണ്ട്. ബാക്കി നിങ്ങൾക്കിവിടെ സുഖമായി താമസിക്കാം. എന്നാൽ വീട്ടിൽ വൈദ്യുതിയില്ല. ഈ സ്ഥലത്ത് ഇൻ്റർനെറ്റുമില്ല. അതുകൊണ്ടാണ് ഈ ഐലൻഡിനെ ലോകത്തിലെ ഏറ്റവും ഏകാന്തമായ ഐലൻഡ് എന്ന് വിളിക്കുന്നത്. ഇവിടെ പോകുന്നതിനായി നിങ്ങൾ ഐസ്ലൻഡിൽ നിന്നൊരു ബോട്ടെടുത്ത് ഈ ഐലൻഡ് വരെ പോകേണ്ടതുണ്ട്. ഐലൻഡിൽ പോയതിനു ശേഷം നിങ്ങൾക്കിവിടെ സുഖമായി താമസിക്കാം. ഇവിടെ വീടിനടുത്ത് തന്നെ കുടിവെള്ളത്തിനായി ഒരു സ്റ്റോർ നിർമ്മിച്ചിട്ടുണ്ട്. അത് ഈ ഐലൻഡിലുണ്ടാകുന്ന മഴവെള്ളത്തെ സംഭരിച്ചു വയ്ക്കുന്നു. ആ വെള്ളം കുടിക്കാൻ തികച്ചും ഫ്രഷാണ്. ബാക്കി ഇവിടെ ഭക്ഷണത്തിനായി ഒന്നും തന്നെ വിളയിക്കാൻ കഴിയില്ല.
ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ ഐലൻഡിന്റെ താഴെ പോയി നിങ്ങൾക്ക് അവിടെ ഇരുന്ന് സുഖമായി മീൻ പിടിക്കാൻ സാധിക്കും. നിങ്ങൾ ഈ ഐലൻഡിൽ എത്ര ദിവസത്തേക്ക് താമസിക്കാൻ പോകുന്നുവോ അതിനനുസരിച്ച് നിങ്ങളുടെ ഭക്ഷണം നിങ്ങൾ കൊണ്ടുപോകേണ്ടി വരും. ഇതുകൂടാതെ നിങ്ങൾക്ക് ഈ സ്ഥലത്ത് ലോകത്തിൽ നിന്നെല്ലാം തികച്ചും അകന്ന് സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കും. നിങ്ങളിൽ എത്ര പേരാണ് ഈ സ്ഥലത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് ഈ സ്ഥലത്ത് താമസിക്കാൻ അവസരം ലഭിച്ചാൽ ഞാൻ വളരെ ദീർഘകാലം ഇവിടെ താമസിക്കാൻ ആഗ്രഹിക്കും. ബാക്കി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റിൽ തീർച്ചയായും അറിയിക്കുക. നമ്പർ 8 ചൈന ക്ലിഫ് വില്ലേജ് ആണ്. ഇത് ചൈനയിലെ അത്തരത്തിലൊരു ഗ്രാമമാണ്. ഇവിടെ പോകുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ഉള്ളൊന്ന് വിറയ്ക്കും. കാരണം ഈ ഗ്രാമത്തിൽ എത്തിച്ചേരുന്നതിനായി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ഗോവണികൾ ഉപയോഗിക്കേണ്ടി വരും. ഇന്നത്തെ കാലത്ത് ഇവിടെ ഈ ഇരുമ്പ് ഗോവണികളുണ്ട്. എന്നാൽ ഇതിനൊരു 5 മുതൽ 10 വർഷം മുൻപ് ഇവിടെ ഇത്തരം ഗോവണികൾ ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ ഗ്രാമത്തിലെ ആളുകൾക്ക് മുകളിൽ നിന്ന് താഴേക്ക് പോകണമെങ്കിലോ അല്ലെങ്കിൽ താഴെ നിന്ന് മുകളിലേക്ക് വരണമെങ്കിലും പർവ്വതത്തിൽ ഇത്തരത്തിലുള്ള വഴികളാണ് ഉണ്ടായിരുന്നത്. ഈ മൺവഴികൾ ഇവിടുത്തെ അത്രയധികം അപകടം നിറഞ്ഞതായിരുന്നു. നിങ്ങളുടെ കാൽ ഇവിടെ അല്പമൊന്ന് വഴുതിയാൽ നിങ്ങൾ എത്രയോ മീറ്റർ താഴെയുള്ള ആഴമേറിയ അഗാധതയിലേക്ക് ചെന്ന് വീഴും. ഈ ഗ്രാമത്തിലെ ആളുകൾ പർവ്വതത്തിന് മുകളിൽ തന്നെയാണ് തങ്ങളുടെ ആടുകളെ വളർത്തുന്നത്. അവിടെ തന്നെയാണ് ഇവർ തങ്ങളുടെ ഗോതമ്പ് നെല്ലും വിളയിക്കുന്നതും. നമ്പർ 7 ഹാങ്ങിങ് ടെമ്പിൾ ഓഫ് ഹെങ്ഷാൻ ആണ്. ചൈനയിലെ വായുവിൽ തൂങ്ങി നിൽക്കുന്ന ഈ ക്ഷേത്രം നിലത്തുനിന്ന് 246 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിന്റെ ചെറിയ ഒരു ഭാഗം മാത്രമേ പർവ്വതത്തിന് മുകളിൽ വെച്ചിട്ടുള്ളൂ. ബാക്കി ക്ഷേത്രത്തിന്റെ ഈ ഭാഗമെല്ലാം ഈ തടി പില്ലറുകളിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ഇതുവരെ പർവ്വതത്തിൽ നിർമ്മിച്ച എത്ര വീടുകൾ കണ്ടുവോ അവയിലെല്ലാം കോൺക്രീറ്റ് പില്ലറുകളാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ചൈനയിലെ ഈ ഹാങ്ങിങ് ടെമ്പിളുകളിൽ തടിയുടെ പില്ലറുകൾ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രങ്ങൾ ഇന്നത്തെ കാലത്ത് നിർമ്മിച്ചവയല്ല, മറിച്ച് ഇവ ഇന്നു മുതൽ 1400 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ചവയാണ്. ഇവിടുത്തെ 1400 വർഷങ്ങൾക്ക് മുൻപുള്ള എഞ്ചിനീയറിംഗും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. എല്ലാ വർഷവും ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ക്ഷേത്രത്തിൽ വരുന്നത്. നമ്പർ 6 റിയാക്ടർ റൊട്ടേറ്റിംഗ് ഹൗസ് ആണ്. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തൂണിന് മുകളിൽ നിർമ്മിച്ച ഏതെങ്കിലും ഒരു വീട് കണ്ടിട്ടുണ്ടോ? ഈ വീട് കാറ്റിനൊപ്പം റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യും. എത്രത്തോളം വേഗത്തിലാണോ കാറ്റ് വീശുന്നത് അത്രത്തോളം വേഗത്തിൽ ഈ വീട് വായുവിൽ കറങ്ങുകയും ചെയ്യും. ഇത് പൂർണ്ണമായും കണ്ണാടിയും തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട് നിർമ്മിക്കുന്ന സമയത്ത് ഈ തൂണ് നിലത്ത് വെറുതെ അങ്ങനെ ഒന്ന് കുഴിച്ചിട്ടതല്ല, മറിച്ച് ഈ തൂണ് നിർമ്മിക്കുന്നതിന് മുൻപ് ഇവിടെ ഒരു ബേസ് തയ്യാറാക്കിയിരുന്നു. അതിനുശേഷമാണ് ഈ തൂണിന് മുകളിൽ ഈ വീട് ഇത്തരത്തിൽ നിർമ്മിക്കാൻ ആരംഭിച്ചത്. അതിലേറ്റവും ആദ്യമായി ഈ തൂണിന് മുകളിൽ ഒരു ചെറിയ ബോക്സ് നിർമ്മിച്ചു. അതിനുശേഷം ഇതിൽ മെറ്റൽ റോഡുകൾ ഉപയോഗിച്ച് ഇത്തരത്തിൽ നിർമ്മിച്ചെടുത്തു. ഈ വീട് 2016 നിർമ്മിക്കാൻ ആരംഭിച്ചതാണ്. ഇത് 2018 പൂർത്തിയായി. നമ്പർ 5 മക്കോക്കോ ആഫ്രിക്കയാണ്. ഇത് ആഫ്രിക്കയിലെ അത്തരത്തിലൊരു പ്രദേശമാണ്. നിങ്ങൾ ഇവിടെ ഒരിക്കലും പോകാൻ ആഗ്രഹിക്കില്ല. കാരണം ഈ സ്ഥലത്ത് വെള്ളത്തിന് മുകളിലാണ് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് യാതൊരു ഫ്രഷ് വാട്ടറുമല്ല, മറിച്ച് വളരെ അഴുക്കുജലത്തിലെ വെള്ളമാണ്. ഈ അഴുക്കുവെള്ളത്തിന് മുകളിൽ ഈ ആളുകൾ ഇത്തരത്തിൽ വീടുകൾ നിർമ്മിച്ച് ജീവിക്കുന്നു. ഈ മക്കോക്കോ ആഫ്രിക്കയിൽ ഏറ്റവും സവിശേഷമായ സ്ഥലങ്ങളിൽ ഒന്നാണ്. ഇത് ലാഗോസ് നൈജീരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കുടിലുകൾ കണ്ടതിനു ശേഷം നിങ്ങൾ വിചാരിക്കരുത് ഇവിടെ അധികം ആളുകൾ താമസിക്കുന്നുണ്ടാകില്ലെന്ന്. ഈ ചെറിയ സ്ഥലത്ത് ലക്ഷക്കണക്കിന് ആളുകളാണ് ജീവിക്കുന്നത്. ഇവർ ഇവിടെ തങ്ങളുടെ ജോലിക്കായി ബോട്ടിൽ പോയി മീൻ പിടിക്കുന്നു. ഇതുകൂടാതെ ഇവിടെ കുട്ടികൾക്ക് പഠിക്കാൻ സ്കൂളുകളൊന്നുമില്ല, ആശുപത്രികളുമില്ല. ആർക്കെങ്കിലും ആരോഗ്യം മോശമായാൽ അയാളെ ചികിത്സിക്കുന്നതിനായി സിറ്റിയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി വരുന്നു. ഇവിടെ ഈ അഴുക്കുവെള്ളം കാരണം ഭൂരിഭാഗം ആളുകളും എപ്പോഴും രോഗബാധിതരായിക്കൊണ്ടിരിക്കുന്നു. നമ്പർ 4 ഡ്രീന റിവർ ഹൗസ് ആണ്. ഈ വീട് കണ്ടതിന് ശേഷം നിങ്ങളിൽ ഒരുപക്ഷെ ആരെങ്കിലും കാണുമോ ഈ സ്ഥലത്ത് പോകാൻ ആഗ്രഹിക്കാത്തവരായി? ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അതിന്റെ 4 ഭാഗത്തും നദി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്താണ്. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനായാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചത്. കാരണം ഈ നദിയിൽ ധാരാളം വിനോദസഞ്ചാരികൾ നീന്തുന്നതിനായി വരാറുണ്ട്. നീന്തി അവർ തളരുമ്പോൾ അവർക്ക് ഈ വീട്ടിൽ പോയി വിശ്രമിക്കാൻ സാധിക്കും. തുടക്കത്തിൽ ഇവിടെ വെറും ഒരൊറ്റ വീട് മാത്രമാണ് നിർമ്മിച്ചിരുന്നത്. എന്നാൽ ഇവിടെ വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചു വന്നതോടെ ഇവിടെ ഈ വീടുകളുടെ എണ്ണവും വർദ്ധിപ്പിച്ചു. പലതവണ ഈ വീട് ഈ നദിയിലെ വെള്ളത്തിൽ ഒഴുകിപ്പോയിട്ടുമുണ്ട്. കാരണം എപ്പോഴെങ്കിലും നദിയിലെ ഒഴുക്ക് വളരെ ശക്തമായാൽ ആ സമയത്ത് നദിയിലെ വെള്ളത്തിന്റെ നിരപ്പ് ഉയരും. ഇത് കാരണം പലതവണ ഈ വീട് വെള്ളത്തിൽ ഒഴുകിപ്പോയിട്ടുണ്ട്. നമ്പർ 3 മൗണ്ട് ഫാൻജിങ് ആണ്. ഇവ നേർത്ത 2 പർവ്വതങ്ങളാണ്. ഇവയുടെ കൊടുമുടിയിൽ ബുദ്ധഭഗവാന്റെ 2 ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രങ്ങൾക്ക് നടുവിൽ ചെറിയൊരു ഗോവണിയും നിർമ്മിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ 2 പർവ്വതങ്ങൾക്ക് മുകളിലേക്ക് കയറിപ്പോകുന്തോറും നിങ്ങൾക്ക് താഴെയുള്ള അഗാധത കൂടുതൽ ആഴമേറിയതായി കാണാൻ തുടങ്ങും. ഒരു ഘട്ടത്തിന് ശേഷം നിങ്ങൾ ഈ പർവ്വതത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചേരുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ കാലുകൾ പോലും വിറച്ചേക്കാം. കാരണം ഇവിടെ നിന്ന് ഈ പർവ്വതങ്ങളുടെ ഉയരം വളരെ കൂടുതലാണ്. പലപ്പോഴും ആളുകൾ ഭയം കാരണം ഈ പർവ്വതത്തിന് മുകളിലേക്ക് പോകാൻ പോലും ആഗ്രഹിക്കാറില്ല. ഉയരത്തെ പേടിയില്ലാത്ത ആളുകൾ മാത്രമാണ് ഇവിടെ പോകുന്നത്. നമ്പർ 2 ട്രെയിൻ റണ്ണിംഗ് ത്രൂ എ സ്കൈ സ്ക്രേപ്പറാണ്. നിങ്ങൾ ട്രെയിനുകൾ നിലത്തോടുന്നത് കണ്ടിട്ടുണ്ടാകും. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ട്രെയിൻ ഏതെങ്കിലും കെട്ടിടത്തിനുള്ളിലൂടെ പോകുന്നത് കണ്ടിട്ടുണ്ടോ?
അപ്പോൾ സുഹൃത്തുക്കളെ, ചൈനയിലെ ഈ ട്രെയിൻ ട്രാക്ക് ഒരു സ്കൈ സ്ക്രേപ്പറിന്റെ നടുവിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ കെട്ടിടത്തിനുള്ളിൽ ആളുകളുടെ അപ്പാർട്ട്മെന്റുകളുണ്ട്. ഇവിടെ താമസിക്കുന്ന ആളുകളുടെ പ്രൈവസി മുൻനിർത്തി ഈ ട്രെയിൻ ഈ കെട്ടിടത്തിനുള്ളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ട്രെയിനിലെ എല്ലാ ഗ്ലാസുകളും ഓട്ടോമാറ്റിക്കായി ബ്ലറായി മാറും. അതിലൂടെ നിങ്ങൾക്ക് കെട്ടിടത്തിനുള്ളിലെ കാര്യങ്ങൾ കാണാൻ കഴിയില്ല. ഈ ട്രെയിൻ ഈ കെട്ടിടത്തിൽ നിന്ന് പുറത്തു വരുന്ന ഉടൻ തന്നെ ഈ ഗ്ലാസുകൾ വീണ്ടും നോർമലായി മാറുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ ഫൈനലി നമുക്ക് നമ്പർ 1നെ കുറിച്ച് സംസാരിക്കാം. ഇതിൽ നമ്പർ 1ലുള്ളത് തുവാലു ഐലൻഡാണ്. സുഹൃത്തുക്കളെ, ഇതൊരു നീളമേറിയ അയർലൻഡ് കൊണ്ട് നിർമ്മിച്ച ഒരു രാജ്യമാണ്. ഇതിന്റെ 4 ഭാഗത്തും സമുദ്രത്തിലെ വെള്ളമാണ്. വെസ്റ്റ് സെൻട്രൽ പസഫിക് ഓഷ്യനിൽ സ്ഥിതി ചെയ്യുന്ന ഈ രാജ്യം ഹവായിക്കും ഓസ്ട്രേലിയയ്ക്കും ഇടയിലാണുള്ളത്. എന്നാൽ ഈ രാജ്യം വരും കാലങ്ങളിൽ വെള്ളത്തിൽ മുങ്ങിപ്പോകും. കാരണം ഇത് സമുദ്രനിരപ്പിൽ നിന്ന് വെറും 2 മീറ്റർ മാത്രം ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ രാജ്യത്തിന്റെ ഏറ്റവും ഉയർന്ന ഭാഗം തന്നെ 4 മുതൽ 5 മീറ്റർ മാത്രമാണ്. ഇനി ഗവേഷകരുടെ അഭിപ്രായപ്രകാരം സമുദ്രം എല്ലാ വർഷവും 3.9 മില്ലിമീറ്റർ നിരക്കിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കാരണം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഈ രാജ്യം വെള്ളത്തിൽ മുങ്ങിപ്പോകും. എന്നാൽ ഇന്നത്തെ കാലത്ത് ഈ രാജ്യം സന്ദർശിക്കാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് സ്ഥലമാണ്. ഇവിടെ ചുറ്റിക്കാണാൻ നിങ്ങൾക്കൊരു നേരായ റോഡ് മാത്രമേ ലഭിക്കുകയുള്ളൂ. തൊട്ടടുത്ത് തന്നെ ഒരു വലിയ ട്രാക്കും നിർമ്മിച്ചിട്ടുണ്ട്. അതിലാണ് ഈ രാജ്യത്തേക്ക് വരുന്ന ഫ്ലൈറ്റുകൾ ലാൻഡ് ചെയ്യുന്നത്. ഇവിടെ ഈ വീടുകളിൽ താമസിക്കുന്ന ആളുകൾ തങ്ങളുടെ വീട് 2 രീതിയിലാണ് നിർമ്മിക്കുന്നത്. ഒന്ന്, അവരുടെ വീട് പുറത്തുനിന്ന് കാണുന്ന തരത്തിലുള്ളതായിരിക്കും. എന്നാൽ ഒരു വീട് ഇവർ തങ്ങളുടെ ഭൂമിക്കടിയിലാണ് നിർമ്മിക്കുന്നത്. കാരണം രാത്രി സമയങ്ങളിൽ ഇവിടെ അത്രയധികം ശക്തമായ കാറ്റാണ് വീശിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഐലൻഡിൽ സമുദ്രത്തിലെ ശക്തമായ തിരമാലകൾ വന്നാൽ വീടുകളിൽ വെള്ളം കയറുന്നത് കാരണം ആ സമയത്ത് അവർക്ക് വീടിന് പുറത്തുറങ്ങാൻ സാധിക്കും. ഈ ഐലൻഡിൽ ആരും ATM ഉപയോഗിക്കാറില്ല, ഇന്റർനെറ്റുമില്ല. നിങ്ങൾക്കിവിടെ ഇന്റർനെറ്റ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ സർക്കാർ ഓഫീസിൽ പോകേണ്ടി വരും. അവിടെ നിങ്ങൾക്ക് ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കി നൽകും. എന്തായാലും ഈ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഫ്രീ ആയി പോകാൻ അവസരം ലഭിച്ചാൽ നിങ്ങൾ ഏത് സ്ഥലത്തായിരിക്കും പോകാൻ ആഗ്രഹിക്കുക? ഇത് നിങ്ങൾ താഴെ കമന്റ് ചെയ്ത് തീർച്ചയായും അറിയിക്കുക. ഇന്നത്തെ വീഡിയോയിൽ ഇത്രമാത്രം. വീണ്ടും കാണാം മറ്റൊരു പുതിയ താൽപ്പര്യമുണർത്തുന്ന വീഡിയോയുമായി. അതുവരെ ബൈ.